ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചേമ്പിൻതാള് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റിയാണ്. ഇതുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേറൊരു കറിയുടെയും ആവശ്യമില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം. വരൂ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചേമ്പിൻതാള് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതെ പുറത്ത് ആ തൊലി ഇതുപോലെ ഒന്ന് വലിച്ചു കളയണവേ. ഇതുപോലെ എല്ലാം വലിച്ചു കളഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ചേമ്പുംതാൾ മൊത്തവും ഞാൻ അതിൻ്റെ മീതെപ്പുറമുള്ള തൊലിയൊക്കെ വലിച്ച് കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. വണ്ണം കൂടിയതെല്ലാം രണ്ടായിട്ട് പിളർന്നതിന് ശേഷം 1/2 ഇഞ്ച് നീളത്തിലാണ് ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി താളുകറി വെക്കാൻ ആവശ്യമായിട്ടുള്ളൊരു അരപ്പിൻ്റെ കൂട്ടൊന്ന് റെഡിയാക്കണമേ. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചിരകി എടുത്തതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കരിയാതെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണേ ഞാൻ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 8-10 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചതാണേ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. ആ മല്ലിയും മുളകൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം കേട്ടോ. ഒരു 5-6 മിനിറ്റ് ഇളക്കി കൊടുത്തപ്പോൾ നന്നായിട്ട് മല്ലിയും മുളകൊക്കെ നന്നായിട്ട് മൂത്ത് തേങ്ങയും നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം മുഴുവനായിട്ടുള്ളതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിതൊന്ന് ആറുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ഒരു 10-30 ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഒരു നീളത്തിൽ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന താളും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ചേർത്തിളക്കി കൊടുക്കുക. അപ്പോൾ 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഈ ചേമ്പുംതാളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ചേമ്പുംതാൾ നന്നായിട്ട് വേവിച്ചെടുക്കാനാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു മിനിറ്റൊക്കെ ആയപ്പോൾ താളിൽ ആവി കയറി കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. 1 കപ്പ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ജ്യൂസാണ്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളി മതി കേട്ടോ, പുളി മുന്നിട്ട് നിൽക്കരുത് ഈ ചേമ്പുംതാൾ കറിക്ക്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ കൂട്ട് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് നേരെ നമ്മുടെ ചേമ്പുംതാളിലേക്ക് ഇട്ട് കൊടുക്കാം. ചേമ്പുംതാൾ ഇപ്പോൾ ഏകദേശം ഒരു പകുതി വേവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം ഒഴിച്ച വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതൊന്ന് ലൂസാക്കണം. അപ്പോൾ ആ അരച്ച ജാറിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തു. ഒന്ന് ഇളക്കി നോക്കാം. ഇച്ചിരി കൂടി വെള്ളം ചേരും. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമുക്കൊരു കുറുകിയ കൺസിസ്റ്റൻസിയിലാക്കി കിട്ടണം. അപ്പോൾ അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് അടപ്പ് തുറക്കാം. അപ്പോൾ ഇതാ നമ്മുടെ താള് ഒക്കെ നന്നായിട്ട് ഏകദേശം വെന്ത് വരാറായിട്ടുണ്ട്. കുറച്ചും കൂടി കുറുവാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് കൂടി വേവട്ടെ. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മുടെ ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളവും നന്നായിട്ട് വറ്റി താളുകറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് നല്ല കറക്റ്റ് പരുവം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നന്നായിട്ട് കുറുവി കിട്ടിയിട്ടുണ്ട്. ഇനി ഇരുന്നും കൂടി ഇതുകൂടി കുറുവും ആറുമ്പോൾ. ഇനി നമുക്കിതിലേക്കൊരു വറുക് താളിച്ചൊഴിക്കണം. അപ്പോൾ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടാവുമ്പോൾ കുറച്ച് ചെറിയുള്ളി നൈസായിട്ട് അരിഞ്ഞെടുത്തതാണേ. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഇത് വാങ്ങി കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് മൂത്തു, കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നേരെ ഈ താളിപ്പ് നമ്മുടെ വാങ്ങി വെച്ചിരിക്കുന്ന താളുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ചൂടാറുമ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. താളിച്ചൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് അടപ്പ് തുറന്നാൽ നമ്മുടെ താളുകറി നോക്കിയേ സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനൊരു താളുകറി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേറെ എന്ത് വേണം? വേറൊരു കറിയുടെയും ആവശ്യമില്ല. ഇത് മാത്രം മതി. ഒരു പ്ലേറ്റ് ചോറ് എപ്പോൾ കാലിയായെന്ന് കേട്ടാൽ മതി. പണ്ടൊക്കെ ഈ താളുകറിയൊക്കെ ഉച്ചയൂണിനും മസ്റ്റാണല്ലേ. ഇപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതാ നോക്കിയേ, ഒന്ന് കോരി കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള താളുകറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.